ഒരു മുട്ട ചിക്കിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഫസ്റ്റ് ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം പച്ചമുളകും പിന്നെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. സബോളൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ മുട്ട അതേ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കും. ഇതൊന്ന് ഒക്കെ ഒന്ന് റെഡി ആവട്ടെ, ഇതൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ ഒരു 2 വലിയ തക്കാളി ഇട്ട് കൊടുത്തു. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് തൂളിപ്പ് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളകും പൊടിയും പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തു. തീ ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. ഇതിലേക്കിടാനുള്ളത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ മുട്ടയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 മുട്ട ഉടച്ചൊഴിച്ചു. എന്നിട്ട് ഇതൊന്ന് ചിക്കി എടുക്കാം. എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെക്കുക. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസിൽക്കോ ഏതിലേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏതിലേക്ക് വേണമെങ്കിലും നമുക്കിത് കൂട്ടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുട്ട ചിക്കിയത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ല രുചിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് തന്നെ മക്കൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ വേഗം തന്നെ നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഈ മുട്ട ചിക്കിയത്. അപ്പോൾ റെഡിയായി തുടങ്ങി. മക്കൾക്കൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. കുരുമുളക് പൊടിയും പിന്നെ ഒരു പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ മുളക് പൊടി തൂളിപ്പോൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ, അധികമൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മളെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. മുട്ട ചിക്കി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഷോർട്സൊക്കെ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് ഇനിയും കണ്ടുമുട്ടാം. ഓക്കെ ബൈ.